എന്റെ നടുപോയേ, എന്റെ നടുപോയേ. എന്താ എനക്ക് പറ്റിയത്? എനക്കെന്ന് പറ്റിയത്? എനക്കെന്തെങ്കിലും അറിയുക? കേട്ട് കേൾവിണ്ട. കന്നിരാശി രവിവാരം ഏകാദശി വസ്ത്രം അന്ന് അർച്ചനവിച്ച പന്തീരക്കകത്തിൽ സ്ഥിരമായ നവഹോമത്തേക്ക് കല്യാണമാം രാജധാനി അന്ന് പുത്രമോ വാത്സത്തെ ഒളിച്ചു പോകുന്ന ദിക്കുന്നകം ദേവരാജ്യത്തിന്റെ അന്ന് പുത്രവാത്സ്യത്തെ മോഹിച്ചു പോകുന്ന ദിക്കുന്നകത്തിൽ രാജ്യത്തെ പുറത്തു പറയണമെന്നിരിക്കുന്ന അവസ്ഥ വിശേഷിച്ചു അവിടെ അന്ന് ഏതെല്ലാം മുക്കാലം എന്റെ 30,000 പ്രഭു ഏതെല്ലാം മുക്കാലം ഓർമ്മതി ഉണ്ടോ? 30,000 പ്രഭു നാട് വാഴുന്നാട് സ്വാമി 30,000 പ്രഭു അവിടെ തന്ത്രി വൈദ്യന്മാരുണ്ടോ? കയ്യെടുത്തിട്ടില്ല. മന്ത്രവാദിമാരുണ്ടോ? അകമ്പടിമാരുണ്ടോ? നമ്മുടെ ഏതെല്ലാം മുക്കാതാണ് ഗ്രാഹ്യമുണ്ടോ നിങ്ങൾക്ക്? തിരുനാവ് ഇടക്കേപ്പുറം അന്ന് ചെറുകുന്നിന് മറവുന്നില്ലാതെ നിൽക്കുന്ന അവസ്ഥ വിശേഷിച്ചു പോകുന്ന ദിക്കിനകത്ത് അന്ന് 30,000 പ്രഭു ആരൊക്കെയാണ് കൈയെടുത്തത്? ആരെന്നുണ്ടായി? ചെറുവാട്ടുമേനോൻ, പുതുവായിക്കര കമ്മള്, പന്തല്ലൂർ നായര്, വെട്ടുകുടുക്കൽ പ്രഭുമാര്, എന്റെ കുട്ടന്നൂർ പട്ടേരി, ഏകരാശിങ്കിൽ അന്ന് തെക്കുന്നത് വടക്കോട് നിറവട്ടം പിടിച്ചു പോകുന്ന ആ ദിക്കിനകത്ത് എന്റെ എട്ടുകുടത്തിൽ പ്രഭുക്കന്മാരുണ്ട്. ഒക്കെടി പോകാൻ പറ്റും ഒരു വാൽ നിൽക്കുന്ന അവസ്ഥ വിശേഷിച്ചു
തമ്പ്രാക്കന്മാരെ, തമ്പ്രാട്ടിമാരെ, ഒച്ചവശമൊന്നും ഇല്ലല്ലോ. ശൈത്താനെ ഉടയോനെ, നിങ്ങൾ എന്താ ഇങ്ങനെ പിടപിടിപിടായിക്കൊണ്ടിരിക്കുന്നത്? ചെണ്ട കൊട്ടുന്നതാ. ഇങ്ങനത്തെ ഇടത്തേക്ക് വന്നിട്ട് ചെണ്ട കൊട്ടാൻ. എന്റെ നടുപോയേ, എന്റെ നടുപോയേ. നീ എവിടുന്ന് വരുന്നത്? എന്റെ കഥയെല്ലാം അറിയുവാ? എന്തിനാ ഇടത്തേക്ക് വന്നിനി? ഇതെവിടെയാന്ന്? മാലോ, മാലവും കൂല, കൂലോ മാലോ. നിങ്ങ എന്തിനാ വന്നിനി? തെയ്യം കെട്ടാൻ വന്നതാ. ശൈത്താനെ, ശൈത്താനെ, എവിടെയോനെ? നിങ്ങൾ എത്ര കൂട്ടങ്ങളുണ്ട് ഇങ്ങനെ ഇവിടെ വന്നത്? 14 കൂട്ടം. അതേതല്ലാന്ന് ഒന്ന് അറിയുന്നല്ല പറയുമ്പോ എല്ലാരും എന്റെ ഇങ്ങനെ കുറെ എന്റെ കുറെ ശൈത്താന്മാരും എനക്കിന്ന് വെള്ളിയാഴ്ച ഉറൂസിന് പോണം. അതൊരു വലിയ കഥയാണ് കേട്ടോ. നിങ്ങൾ എത്ര ഇടുന്ന് വരുന്നത്, എന്ത് എത്ര കൂട്ടം കനലാടിമാരിലുണ്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരുവാ? 14 കൂട്ടം പറഞ്ഞില്ലേ? 14 കൂട്ട കൂട്ടം. അതേതല്ലാന്ന്? നീലേശ്വരത്ത് കുറങ്ങുവാൻ പാലായി പരപ്പൻ ഇങ്ങനെ പരന്നിട്ട് തന്നെ പോകുന്നതാ. എന്തിനാ അങ്ങനെയല്ല നിൽക്കുന്നത്? ഇതില് ഇവിടെ കുറെ പഴയ തമ്പരാക്കന്മാരും തമ്പരാട്ടികളിലും ഉണ്ട്. എന്റെ ചരിത്രം അറിയാട്ടോ. ഒന്നിങ്ങോട്ട് വിളിക്കണം. ഒരു മൂത്ത തമ്പരാനുണ്ട് ഇവിടെ. എന്നാ എനക്ക് പറ്റിയത്? എനക്കെന്ന് പറ്റിയത്? നിനക്കെന്തെങ്കിലും അറിയുക? കേട്ട് കേൾവിണ്ട. ആവട്ടെ. അങ്ങനെ ഞാന് ഇവിടെ ഒരു ശൈത്താനില്ലേ, പേരറിയോ? എനക്ക് അങ്ങനെ വിളിക്കാൻ അറിയൂ. തെയ്യത്തിന്റെ പേരെന്ത്? തെയ്യത്തിന്റെ പേരെന്തെന്ന്? അങ്ങനെയുള്ള ഒരു തയ്യുണ്ട് ഇവിടെ. തയ്യം, തയ്യം. അങ്ങനെയുള്ളൊരു തയ്യുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ നെല്ല് കുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നെല്ല് കുത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കുറേ പെണ്ണുങ്ങളിലും വരും, പള്ളിയിൽ നിന്നെല്ലാം വരും. ഞങ്ങൾക്ക് അന്ന് എല്ലാത്തിനും കൂടാട്ടുവാ. തമ്പ്രാക്കളെ, നമുക്കിങ്ങനെ എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെല്ലാം കൂടാ. അപ്പോൾ ഈ നെല്ല് കുത്ത് ജോലി എന്നെയും കൂട്ടി. അപ്പോൾ ഞാനിങ്ങനെ ഈ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഇത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെളുത്തോന്ന് നോക്കൽ ഇല്ലേ? അപ്പോൾ ഇവിടുത്തെ ആ തയ്യം ഇത് കണ്ടു. എന്നിട്ട് ഇറക്ക് നിവേദിക്കേണ്ട ഭോജനം ഉച്ചിഷ്ടമാക്കി എച്ചിലാക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ നടുപ്പുറത്ത് കൊലക്കൊണ്ട് അടിച്ചൊരു പരുവത്തിലാണ് ഞാനില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പരുവത്തിലായിപ്പോയത്. അല്ല, ഞമ്മക്കിതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് ചെമ്പ് കാശോ തട്ടോലം മേടിക്കാനെന്തെങ്കിലും ചെമ്പ് കാശിൻ്റെ ഒക്കെ തന്നെ ഞാൻ പോയി കൊല്ലാട്ടോ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഞാൻ നേരെ പോയാൽ അവിടെ കൂലറോടെയൊക്കെ എത്തും. അങ്ങനെയാണ് എന്നെ വിളിച്ചതെല്ലാരും. നടുവിന് നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങൾ ഈ നടുവേദനയും വെച്ചിട്ട് നിങ്ങൾ പയക്കെടുക്കണത്? നിങ്ങൾ പാടറ. എന്റെ തമ്പ്രാക്കൾക്കറിയോ? തമ്പ്രാട്ടിക്കറിയോ?
പാടുന്ന അമ്പരാട്ടികളും ഉണ്ടാ വന്നിട്ട് ഒന്ന് ഈ നടുവേദനയിലൊക്കെ ചെറിയ സുഖം കിട്ടാനൊന്ന് പാടുവാ. അഞ്ചു കൊടുത്തു ആ എൻ കണ്ണിന്റെ കടവ് തുറന്നാൽ കാണുന്നൊരു കൊട്ടാരത്തിൽ കാണന്റെ നാടു ഭരിക്കണ സുൽത്താനുണ്ട്. സന്തോഷായ ഇനെന്താ എന്നോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഉറൂസിന് പോകണം, ഇന്ന് വെള്ളിയാഴ്ച. ഘടികാരം എത്രയായി? ഘടികാരം ഇപ്പൊ അങ്ങോട്ടുണ്ടാ? വാഹനം ഉണ്ടപ്പാ? എന്നാ വല്ല നോക്കാറാ നടുവേനൊക്കെ നല്ല കൂട്ടാൻ വണ്ടിയാക്കിട്ട് വരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാം. പിന്നെ എന്റെ ചെമ്പ് കാശും എന്റെ തട്ടോലം പറയാനില്ല ഇതെല്ലാം തന്നിട്ടോ, ഞാൻ പോയിക്കോളാം.